പല പേഷ്യൻസും നമ്മളോട് ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഒരു പല്ലല്ലേ, അത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഞാൻ ഡോക്ടർ സവിത, കൺസൾട്ടന്റ് ഡെന്റൽ സർജൻ, മുത്തൂറ്റ് ഹോസ്പിറ്റൽ, കോഴഞ്ചേരി. പല കാരണങ്ങൾ കൊണ്ടും ഒന്നോ അതിൽ കൂടുതൽ പല്ലുകളോ നമുക്ക് നഷ്ടമായെന്ന് വന്നേക്കാം. ഇങ്ങനെ എടുത്തു മാറ്റേണ്ടി വരുന്ന പല്ലുകൾ നമ്മളൊരു 6 മാസത്തിനകം അത് റീപ്ലേസ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എടുത്ത പല്ലിന്റെ തൊട്ട് ഫ്രണ്ടിലും ബാക്കിലും ഇരിക്കുന്ന പല്ലുകൾ അത് ആ ചെരിഞ്ഞ ഭാഗത്ത് ഫുഡ് കയറിയിരുന്ന് അവിടെ കേടാവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ താഴെ വരിയില പല്ല് എടുക്കുന്നതെങ്കിൽ തൊട്ട് മുകളിലത്തെ പല്ല് താഴേക്ക് ഇറങ്ങി വന്ന് ആ പല്ലിന്റെ ഇടയിലും ഫുഡ് കയറിയിരുന്ന് അവിടെ കേടാവാനും സാധ്യതയുണ്ട്. ഇങ്ങനെ പല്ലുകൾ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും നമ്മുടെ കടിയിൽ വ്യത്യാസം വരികയും ചെയ്യും. ഇത് കാരണത്താൽ നമ്മുടെ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ്, അതായത് നമ്മുടെ താഴത്തെ താടിയെല്ല് സ്കള്ളിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു ജോയിന്റ് ആണ് ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ്. ആ ജോയിന്റിൽ പെയിൻ വരാനും സാധ്യതയുണ്ട്. ബേസിക്കലി 3 തരത്തിൽ നമ്മൾ ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഒന്നാമതായി റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചർ, അതായത് പേഷ്യൻസിന് തന്നെ ഊരാനും തിരിച്ചു വെക്കാനും പറ്റാവുന്ന തരത്തിലുള്ള റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചർ. അടുത്തതായിട്ട് ഫിക്സ്ഡ് പാർഷ്യൽ ഡെഞ്ചർ. മൂന്നാമതായി ഇംപ്ലാന്റ് സപ്പോർട്ടഡ് ഡെഞ്ചർ, അതായത് എടുത്ത പല്ലിന്റെ താഴെയുള്ള അസ്ഥിയിൽ നമ്മളൊരു ബയോകമ്പാറ്റബിൾ ആയിട്ടുള്ള ഇംപ്ലാന്റ് വെച്ച് അതിലേക്ക് നമ്മൾ ഒരു പല്ല് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 തരത്തിലുള്ള ഏത് ഡെഞ്ചർ വേണമെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.